കേരള രാഷ്ട്രീയത്തിലെ അട്ടിമറികളും ചരടുവലികളും LDFന് ഏറെ വെല്ലുവിളികളായിരുന്നു. ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ ബൂമറാങ്ങായി സ്വന്തം പാർട്ടിക്ക് ആഘാതവുമായിരുന്നു. പാർട്ടി സമ്മേളനങ്ങളിൽ നേതൃത്വങ്ങൾക്കെതിരെ പൊന്തിവന്ന ആരോപണങ്ങളും ചോദ്യം ചെയ്യലുമൊക്കെ പാർട്ടിയെ സമ്മർദ്ദത്തിലുമാക്കിയിരുന്നു. അതിനേക്കാൾ ഉപരി സന്തത സഹചാരിയായി കൂടെ നിന്ന PV അൻവറിന്റെ തുറന്നു പറച്ചിലുകളും ഏറെ പ്രതിസന്ധിയിലാക്കി പാർട്ടി. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസ് അഴിമതിയും നീതിരഹിത ഇടപെടലും അൻവർ തെളിവോടുകൂടി വിളിച്ചു പറഞ്ഞത് പ്രതിരോധിക്കാൻ കഴിയാതെ പിണറായി പതറി കൂപ്പുകുത്തുന്നതും നമ്മൾ കണ്ടതാണ്. പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് പ്രസ്താവനകളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ച അൻവർ കേരള സർക്കാരിനെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഘടകം രൂപീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനവും നടത്താൻ മഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള സമ്മേളനം വിളിച്ചു ചേർത്തതും ഘടകകക്ഷി MLA ആയ അൻവറിന്റെ തുറന്ന രാഷ്ട്രീയ പോര് തന്നെയായിരുന്നു. തുടർന്ന് മലപ്പുറത്ത് നിന്ന് കോടികളുടെ സ്വർണവും ഹവാലപ്പണവും പിടികൂടി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം മലപ്പുറത്തെ മുസ്ലിങ്ങളെ മാത്രമല്ല കേരളമൊട്ടാകെയുള്ള മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടായത്. തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വെല്ലുവിളികൾ മുന്നിലുള്ളത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന വനസംരക്ഷണ നിയമത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്ന അൻവറിനെ ജയിലിലടച്ചതിന് പിന്നിലും പിണറായിയുടെ രാഷ്ട്രീയ വൈരമാണ് എന്നത് പ്രതിപക്ഷം പറയുന്നത്. PV അൻവറിന്റെ അറസ്റ്റ് പ്രതികാര നടപടിയെന്ന അഭിപ്രായവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗും അൻവറിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തു. ഇതോടെ UDF ഒന്നടങ്കം ഈ വിഷയത്തിൽ അൻവറിന് അനുകൂലമാകുകയാണ് ഉണ്ടായത്. ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ KS സുധാകരനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അൻവറിന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തിരുന്നു. രാവിലെ തന്നെ സതീശനും അൻവറിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളൊന്നും പാഴാക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ നമുക്ക് നൽകുന്നത്. മുൻപ് PV അൻവർ MLA കൊണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും VD സതീശൻ പറയുന്നത്. അൻവർ UDF നേതാക്കളെ കണ്ടതും പാണക്കാട് തങ്ങളെ കണ്ടതും UDF പ്രവേശനത്തിന്റെ ഭാഗമാണ് എന്നത് LDFന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുമുണ്ട്. ഇപ്പോഴിതാ കേരള കോൺഗ്രസിന്റെ നീക്കവും CPMന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ കക്ഷി ചേരലിൽ വ്യക്തമായ ഒരു ചിത്രം തെളിഞ്ഞിട്ടില്ല എങ്കിലും ചില പിന്നാമ്പുറ സംസാരം LDFന് ആഘാതം സൃഷ്ടിക്കുന്നത് തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന കേരള കോൺഗ്രസ് കർഷക ദ്രോഹം ചെയ്യുന്ന ഒരു ചേരിയിൽ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. ജയപരാജയങ്ങളുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുന്ന ഘടകകക്ഷികളുടെ ചുവടുമാറ്റം അധികാര അപ്രമാദിത്വങ്ങളെ എന്നും കടപുഴക്കിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ RJD ഇടഞ്ഞു നിൽക്കുന്നുവെന്ന വാർത്തയും വരുന്നു. ചുരുക്കി പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF കാറ്റുപോയ ഒരു ബലൂൺ പോലെ ആകുമോ എന്നത് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.